Welcome all of you to AIM Study Center. നമ്മുടെ കേട്ടറ്റ് LPUP പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വാമപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കൂടി കഴിഞ്ഞ 2-3 വീഡിയോയിൽ കൂടി ചെയ്തു വരുന്നത്. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ഒരു ചോദ്യം, അതിന് ശരിയായ ഉത്തരം, പിന്നെ ആ ഉത്തരത്തിൻ്റെ എക്സ്പ്ലനേഷൻ. ഇതായിരുന്നു നമ്മൾ സ്വീകരിച്ചു വരുന്ന രീതി, സ്റ്റൈല്. Okay, these questions are, don't think that it is only for CATET, but these questions are equally applicable to both CATET as well as LPUP exam aspirants. അപ്പോൾ നമ്മൾ ആദ്യം ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, നോക്കൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്, അതായത് ഞാൻ റെക്കോർഡ് ചെയ്തതിൻ്റെ ക്രമത്തിലനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് അപ്ലോഡ് ചെയ്യുന്നതും അതേ ക്രമത്തിലായിരിക്കും. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മാസ്ലോയെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഞാൻ അവസാനിച്ചത് ഇങ്ങനെ ഒരു ത്രികോണം വരച്ചുകൊണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അതായത് എബ്രഹാം മാസ്ലോയുടെ ആവശ്യകതാ ശ്രേണി സിദ്ധാന്തം, അതായത് നീഡ് ഹെറാർക്കി തിയറി. അപ്പോൾ ഹെറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയും, അതായത് ആവശ്യങ്ങളുടെ ശ്രേണി. മാസ്ലോ ഞാൻ പറഞ്ഞു മനുഷ്യൻ്റെ ആവശ്യങ്ങളാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷെ ഫ്രോയിഡ് പറഞ്ഞത് മനുഷ്യൻ്റെ ആവശ്യങ്ങളല്ല, അഭിലാഷങ്ങളാണ്, ആഗ്രഹങ്ങളാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. അതൊക്കെ അവിടെ കിട്ടും. അപ്പോൾ ഇദ്ദേഹം മാസ്ലോ മനുഷ്യ ആവശ്യങ്ങളെ 5 ശ്രേണിയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 1, 2, 3, 4, 5. ഏറ്റവും താഴത്തെ തട്ടിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യം, അതിൻ്റെ മേലെ അതിനേക്കാൾ കുറഞ്ഞ ലെസ് നീഡ്സ്, മേലെ അതിനേക്കാൾ കുറഞ്ഞ ആവശ്യം, മേലെ അതിനേക്കാൾ കുറഞ്ഞത്, ഏറ്റവും മേലെ ഏറ്റവും ആവശ്യം കുറഞ്ഞ ആവശ്യം. ഇങ്ങനെ ആവശ്യകതാ ശ്രേണി, ഇതിന് നമ്മൾ പറയുന്നു നീഡ് ഹെറാർക്കി തിയറി. അപ്പോൾ മനുഷ്യാവശ്യങ്ങളുടെ അഭിലാഷ സ്തര സിദ്ധാന്തം മുന്നോട്ട് വെച്ച ആളാണ് നമ്മുടെ എബ്രഹാം മാസ്ലോ, ഹ്യൂമനിസ്റ്റായ സൈക്കോളജിസ്റ്റ് എബ്രഹാം മാസ്ലോ. അപ്പോൾ ഏറ്റവും താഴെ ഇദ്ദേഹം ശാരീരിക ആവശ്യങ്ങളെയാണ് പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തത് സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളാണ്, സുരക്ഷിതത്വം. മൂന്നാമത്തത് സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യമാണ്. നാലാമത്തത് അഭിമാനവുമായി ബന്ധപ്പെട്ട ആവശ്യമാണ്. അഞ്ചാമത്തത് ആത്മസാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ട ആവശ്യമാണ്. ഇത് ഞാൻ മലയാളത്തിൽ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹെറാർക്കി തിയറിയിൽ he classified human needs according to its priority, that the first priority is the ശാരീരിക ആവശ്യങ്ങൾ അഥവാ ഫിസിയോളജിക്കൽ നീഡ്സ്. അപ്പോൾ ഒന്നാമത്തത് ഫിസിയോളജിക്കൽ നീഡ്സ്. ഓക്കെ, എന്തൊക്കെയാണ് മനുഷ്യൻ്റെ ഫിസിയോളജിക്കൽ നീഡ്സ്, ശാരീരികമായ ആവശ്യം? ഉദാഹരണത്തിന് ഭക്ഷണം. ഈ ആവശ്യം മനുഷ്യന് ഉണ്ടായേ പറ്റും. വിശപ്പ് എന്നുള്ളത് ഒരു ശാരീരിക മാനസിക ഘടനയായിരിക്കെ ഈ ശാരീരിക ഘടനയുടെ വിശപ്പ് എന്ന ആവശ്യം പൂർത്തീകരിക്കാൻ ഭക്ഷണം എന്ന വസ്തു വേണം. അപ്പോൾ ഭക്ഷണത്തെ ശാരീരിക ആവശ്യങ്ങളുടെ കൂട്ടത്തിലാണ് ആര് പെടുത്തിയിരിക്കുന്നത്? മാസ്ലോ പെടുത്തിയിരിക്കുന്നത്. ഈ ഭക്ഷണം കഴിഞ്ഞാൽ, ഭക്ഷണം എന്നുള്ളതിൽ ഭക്ഷണം, വെള്ളം, ഇതൊക്കെ ആവാട്ടോ. പിന്നെ അടുത്തത് സുരക്ഷയുമായി ബന്ധപ്പെട്ട ആവശ്യമാണ്, സേഫ്റ്റി നീഡ്സ്. അതായത് ഫിസിയോളജിക്കൽ നീഡ്സ് കഴിഞ്ഞാൽ രണ്ടാമത്തതാണ് സേഫ്റ്റി നീഡ്സ്, സുരക്ഷിതത്വമായ ആവശ്യം. ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ആരാലും ആക്രമിക്കപ്പെടാതെ സുരക്ഷിതമായി എവിടെയെങ്കിലും ഉറങ്ങുക, താമസിക്കുക, അതിന് വീട് വേണം, ഷെൽട്ടർ വേണം. ഇതൊക്കെയാണ് രണ്ടാമത്തെ ആവശ്യം. ഭക്ഷണമല്ല, ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ, പിന്നെ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ വേണ്ടത്?
സുരക്ഷിതത്വം, അതായത് സേഫ്റ്റി നീഡ്സ്. ഈ സേഫ്റ്റി നീഡ്സ് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ആവശ്യമായിട്ട് വരുന്നത് സ്നേഹാവശ്യങ്ങളാണ്. അതിന് അദ്ദേഹം പറഞ്ഞത് ലവ് ആൻഡ് ബിലോങ്ങിങ്സ് എന്നാണ്. ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, സ്നേഹവും അതേപോലെ തന്നെ സ്നേഹിക്കപ്പെടാനുമുള്ള ആഗ്രഹം. ആരെങ്കിലും സ്നേഹിക്കാനും ആരാലെങ്കിലും സ്നേഹിക്കപ്പെടാനും ഉള്ള ആഗ്രഹമാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ അവിടെയാണ് നമ്മൾ കുടുംബം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. മനുഷ്യൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നു, അവരുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നു, കുടുംബം ഉണ്ടാകുന്നു, അങ്ങനെ ഒരു ആവശ്യം മനുഷ്യന് വരുന്നു. അത് സ്നേഹാവശ്യങ്ങളാണ്. ഓക്കെ. പിന്നെ അഭിമാന ആവശ്യങ്ങൾ, ഇതിന് ഇദ്ദേഹം പറഞ്ഞത് എസ്റ്റീം നീഡ്സ് എന്നാണ്. എസ്റ്റീം നീഡ്സ്, അതായത് അഭിമാന ആവശ്യങ്ങൾ. മനുഷ്യൻ്റെ ഏറ്റവും കഴിഞ്ഞാൽ മുകളിലുള്ള ആവശ്യമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ, ആത്മസാക്ഷാത്കാരം. അപ്പോൾ എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹെറാർക്കി പ്രകാരം 5 ആവശ്യങ്ങൾ മനുഷ്യനുണ്ട്. അത് എങ്ങനെയാണ് അദ്ദേഹം ക്രമപ്പെടുത്തിയിരിക്കുന്നത്? ഏറ്റവും അത്യാവശ്യമുള്ളത് ഈ പിരമിഡിൻ്റെ താഴെയും, മേലോട്ട് പോകുമ്പോൾ അതിൻ്റെ ആവശ്യത്തിൻ്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്യുന്നത്. ഉദാഹരണത്തിന് ശാരീരിക ആവശ്യം എല്ലാവർക്കും വേണം. അതായത് ഭക്ഷണം ഈ ഭൂമിയിലെ 600 കോടി ജനങ്ങൾക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. അതുണ്ടായാലേ പറ്റും. പക്ഷേ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളത് ഒരാവശ്യമല്ല എല്ലാവരുടെയും. നോക്കുക, ശാരീരിക ആവശ്യങ്ങൾ ഭക്ഷണം, പിന്നെ കഴിഞ്ഞാൽ സുരക്ഷിതത്വം. അപ്പോൾ ഈ ഭക്ഷണവും സുരക്ഷിതത്വവും എന്താണ് ഇവിടെ ചോദ്യം? ഇതാണ് ഭക്ഷണം എന്നത് മാസ്ലോയുടെ അഭിപ്രായത്തിൽ എന്താവശ്യങ്ങളാണ്? ചില ആവശ്യങ്ങളെ അദ്ദേഹം ഡെഫിഷ്യൻസി നീഡ്സ് എന്ന് പറഞ്ഞിരുന്നു. ചില ആവശ്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഡെഫിഷ്യൻസി നീഡ്സ് എന്നാണ്, പോരായ്മ ആവശ്യങ്ങൾ. കാരണം അതില്ലെങ്കിൽ അത് ഒരു പോരായ്മയായി മാറും. ഡെഫിഷ്യൻസി നീഡ്സ് എന്തൊക്കെയാണ്? ഡെഫിഷ്യൻസി നീഡ് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നൊക്കെ നമ്മൾ പണ്ട് പറയാറുണ്ട്. നമ്മുടെ മുദ്രാവാക്യങ്ങളിൽ തന്നെ നമ്മൾ പറയാറുണ്ട് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. അപ്പം ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഒരു പോരായ്മ ആവശ്യമാണ്. എന്നാൽ സ്നേഹിക്കപ്പെടാനും അഭിമാനവും ആത്മസാക്ഷാത്കാരവും ഒന്നും ഒരു പോരായ്മ ആവശ്യം അല്ല. അപ്പം നിങ്ങളോട് പരീക്ഷയ്ക്ക് പല തരത്തിൽ ചോദ്യങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാം. ഞാൻ പറയാം ഓരോന്നായിട്ട്. നമ്പർ 1, നേരിട്ടുള്ള ചോദ്യം. ആത്മസാക്ഷാത്കാര സിദ്ധാന്തം മുന്നോട്ട് വെച്ചതാണ് മാസ്ലോ. താഴെ പറയുന്നതിൽ മാസ്ലോ മുന്നോട്ട് വെച്ച സിദ്ധാന്തം ഏത്? കുറേ സിദ്ധാന്തം പറഞ്ഞിട്ട് ഏത്? അപ്പോൾ ആത്മസാക്ഷാത്കാര സിദ്ധാന്തം അല്ലെങ്കിൽ ആവശ്യകതാ ശ്രേണി സിദ്ധാന്തം, ഓക്കെ, അല്ലെങ്കിൽ അഭിലഷണീയ സ്തര സിദ്ധാന്തം, ഇതൊക്കെ ഈ പേരിൽ അറിയപ്പെടുന്നു. ഇനി മാസ്ലോയുടെ അഭിപ്രായത്തിൽ ആവശ്യകതാ ശ്രേണി സിദ്ധാന്തത്തിലെ ഏറ്റവും പ്രാഥമികമായ ആവശ്യം ഏതാണ്? ഭക്ഷണം അഥവാ ശാരീരിക ആവശ്യങ്ങൾ. ഇനി അല്ലെങ്കിൽ ചോദ്യം, മാസ്ലോയുടെ അഭിപ്രായത്തിൽ ശാരീരിക ആവശ്യങ്ങൾക്കും സ്നേഹാവശ്യങ്ങൾക്കും ഇടയിൽ വരുന്ന ആവശ്യം ഏത്? ഇങ്ങനെയും ചോദിക്കാം. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, കേട്ടിട്ട് പരീക്ഷയില്ല. ഏതാണ്? മാസ്ലോയുടെ അഭിപ്രായത്തിൽ ശാരീരിക ആവശ്യങ്ങൾക്കും സ്നേഹാവശ്യങ്ങൾക്കും ഇടയിൽ വരുന്ന ആവശ്യം സുരക്ഷിതത്വ ആവശ്യം, അല്ലെങ്കിൽ സുരക്ഷിതത്വ ആവശ്യങ്ങൾക്കും അഭിമാന ആവശ്യങ്ങൾക്കും ഇടയിൽ വരുന്ന ആവശ്യം സ്നേഹാവശ്യങ്ങൾ. കുടുംബം എന്നത് മാസ്ലോയുടെ അഭിപ്രായത്തിൽ ഏത് ആവശ്യത്തിൽ പെടുന്നു? സ്നേഹാവശ്യത്തിൽ പെടുന്നു. ഇങ്ങനെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും ആശയത്തെ അതിൻ്റെ സമഗ്രതയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ ഏത് ട്വിസ്റ്റായിട്ടുള്ള ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ ഈ കാര്യങ്ങൾ മുഴുവനായിട്ടും മനസ്സിലാക്കണം. അപ്പോൾ ഭക്ഷണം എന്നത് ആദ്യത്തെ പോരായ്മ ആവശ്യമാണ്. നിങ്ങൾക്ക് ആത്മസാക്ഷാത്കാരം ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം, ഒരു പ്രശ്നമില്ല. ബിക്കോസ് അതൊരു പോരായ്മയല്ല.
മാസ്ലോ എന്ന് പറയുന്നത് പല ആൾക്കാരും ഈ ഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നാണ്. ചില മഹർഷിമാരും മുനിമാരും സ്വയം തിരിച്ചറിയുകയും ആത്മസാക്ഷാത്കാരം നേടിയവരായിട്ട് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ നമ്മളൊന്നും ഈ നിലയിലേക്ക് ഉയരുന്നേ ഇല്ല എന്നാണ് ആര് പറയുന്നത്? മാസ്ലോ പറയുന്നത്. ഓൺലി എ വെരി ഫ്യൂ പീപ്പിൾ റീച്ചസ് ദിസ് ലെവൽ. ഈ ലെവലിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് സാമൂഹ്യ ജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ യാതൊരു പ്രശ്നവുമില്ല. ബട്ട് നിങ്ങൾക്ക് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ ആവശ്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു ഡെഫിഷ്യൻസി ആയിട്ട് മാറും. അത് നിങ്ങളുടെ വികാസത്തെ സ്വാധീനിക്കും. ഇങ്ങനെ ഇത്രയൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, ഇനി മാസ്ലോയുടെ അഭിപ്രായത്തിൽ ഏറ്റവും ഉയർന്ന ലക്ഷ്യം ആത്മസാക്ഷാത്കാരം. മാസ്ലോയുടെ അഭിപ്രായത്തിൽ ഏറ്റവും ഉയർന്ന ലക്ഷ്യം ഈ പിരമിഡിൻ്റെ ഏറ്റവും മേലെയുള്ള ഈ ലക്ഷ്യമാണ് ആത്മസാക്ഷാത്കാരം. ഇതിന് ഇമ്പോർട്ടൻസ് കുറവാണ്, അതുകൊണ്ടാണ് ഇത് വളരെ ചെറുത്. ഇതിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ്, അതുകൊണ്ടാണ് അതിനെ അതിൻ്റെ പാദത്തിൽ ഉൾപ്പെടുത്തിയത്. പാദത്തിൽ ഉൾപ്പെടുത്തിയതിന് സ്ട്രോങ് ആണ്. അടുത്തത് ധാരണാ സമീപനം മുന്നോട്ട് വെച്ചതാണ്. ഇടയ്ക്ക് ബ്രൂണർ കയറി വന്നു, എങ്ങനെയാ വന്നത് എനിക്കറിയില്ല. ധാരണാ സമീപനം മുന്നോട്ട് വെച്ചത് ബ്രൂണർ. ഓക്കെ, ചിലപ്പോൾ ബ്രൂണർ വെച്ചായിരിക്കും. പഠനത്തിലെ ഏക കേന്ദ്രീകൃത സമീപനം. ഓക്കെ, അത് തന്നെയാണ് സ്പൈറൽ അപ്രോച്ച് മുന്നോട്ട് വെച്ചത് ബ്രൂണർ. പിന്നെ പഠനത്തിലെ സാമാന്യവൽക്കരണ സിദ്ധാന്തത്തിൻ്റെ വക്താവ്. ശരിക്കും ഇത് പഠനത്തിലെ അല്ല, പഠന സംക്രമണത്തിലെ, അതായത് പഠന സംക്രമണം, അതായത് അതിന് ഇംഗ്ലീഷിൽ പറയുന്നു ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, ഈ വാക്ക് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. പഠന സംക്രമണം എന്ന് പറയും, പഠനാന്തരണം എന്ന് പറയും. അപ്പോൾ പഠനത്തിലെ അഥവാ പഠന സംക്രമണത്തിലെ ഒരു തിയറിയുടെ പേരാണ് സാമാന്യവൽക്കരണ സിദ്ധാന്തം അഥവാ തിയറി ഓഫ് ജനറലൈസേഷൻ. ജനറലൈസേഷൻ ശ്രദ്ധിക്കുക, തിയറി ഓഫ് ജനറലൈസേഷൻ, സാമാന്യവൽക്കരണ സിദ്ധാന്തം. ചോദ്യം ഇതാണ്, പഠന സംക്രമണത്തിലെ സാമാന്യവൽക്കരണ സിദ്ധാന്തത്തിൻ്റെ വക്താവ് ആര്? അപ്പോൾ ഉത്തരം ചാൾസ് ജഡ്. ചാൾസ് ജഡ് എന്നുള്ളത് നേരിട്ടുള്ളൊരു ചോദ്യമാണ്, നേരിട്ടുള്ളൊരു ഉത്തരമാണ്. പക്ഷെ അത് മാത്രം പോരാ, നമുക്ക് കൂടുതൽ പഠിക്കണം. എന്താണ് സാമാന്യവൽക്കരണ സിദ്ധാന്തം? അതായത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഠനത്തിൽ നിന്ന്, ഒരു പഠന സന്ദർഭത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച അറിവും കഴിവും നൈപുണ്യം, ഓക്കെ, നോളജ്, സ്കിൽസ്, എഫിക്കസി, ഇതൊക്കെ മറ്റൊരു പഠന സന്ദർഭത്തിൽ നിങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ പഠന സംക്രമണം എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്നു അഗെയിൻ പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ച ആളാണ്, നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോൾ മാത്തമാറ്റിക്സിൽ നിങ്ങൾ പഠിച്ച അറിവും കഴിവും നൈപുണ്യവും സ്റ്റാറ്റിസ്റ്റിക്സ് പഠനത്തിൽ നിങ്ങളെ സഹായിക്കുന്നു. അവിടെ അതിന് പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നു. അപ്പോൾ പലതരത്തിലുള്ള ട്രാൻസ്ഫർ ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, ഒരു പഠനത്തിൽ ലഭിച്ച അറിവും കഴിവും നൈപുണ്യവും ഇതര പഠന സന്ദർഭത്തിൽ നിങ്ങളെ സഹായിക്കുന്നു. പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, PTL. ഇനി ഒരു പഠന സന്ദർഭത്തിൽ ലഭിച്ച അറിവും കഴിവും നൈപുണ്യവും ഇതര പഠന സന്ദർഭത്തിൽ നിങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ഉദാഹരണത്തിന് ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഇവിടെ ഒരുപാട് പ്രാവശ്യം ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് കേരളത്തിൽ നിങ്ങൾ ഇടതുവശം കൂടി വണ്ടി ഓടിച്ച് ശീലിച്ച ആളാണ്, പക്ഷേ നിങ്ങൾ വിദേശത്ത് പോയിട്ട് വലതുവശത്തു കൂടി, റോഡിൻ്റെ വലതുവശത്തു കൂടി ആദ്യം വണ്ടി ഓടിക്കാൻ നോക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ സംഭവിക്കുന്നത് നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. പിന്നെയുള്ളത് സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് അഥവാ ശൂന്യ പഠന സംക്രമണം. എന്ന് വെച്ചാൽ ഒരു പഠന സന്ദർഭത്തിൽ ലഭിച്ച അറിവും നൈപുണ്യവും
മറ്റൊരു പഠന സന്ദർഭത്തിൽ സഹായിക്കുന്നുമില്ല, ബാധിക്കുന്നുമില്ല. നിങ്ങൾക്ക് നൃത്തം ചെയ്യാനറിയാം, അതുകൊണ്ട് കമ്പ്യൂട്ടർ പരിശീലനത്തിന് നിങ്ങൾക്ക് യാതൊരു സഹായവും കിട്ടുന്നില്ല, പക്ഷേ അതിനെ പ്രതികൂലമായി ബാധിക്കുന്നുമില്ല. നൃത്തം ചെയ്യുന്നത് വേറെ കഴിവ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത് വേറെ കഴിവ്. നൃത്തം ചെയ്യുന്നതിൽ കൂടി ലഭിച്ച അറിവും കഴിവും നൈപുണ്യവും കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ നിങ്ങളെ അനുകൂലമായി സ്വാധീനിക്കുന്നുമില്ല, പ്രതികൂലമായി ബാധിക്കുന്നുമില്ല. സോ ദർ നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ആൻഡ് വാട്ട് ചാൾസ് ജഡ് പറയുന്നു, പഠനത്തിലെ സാമാന്യവൽക്കരണം ഇതാണ്: ഒരു പഠന സന്ദർഭത്തിൽ പഠിതാവിന് ലഭിച്ച അറിവും കഴിവും നൈപുണ്യവും പല സന്ദർഭങ്ങളിൽ, സമാനമായ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുകയും അവിടുന്ന് ലഭിച്ച അറിവും കഴിവും ഇതര സമാനമായ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോ പഠന സന്ദർഭത്തിൽ നിന്നും പഠിതാവ് ചില സാമാന്യവൽക്കരണം, ജനറലൈസേഷൻ നടത്തുന്നുണ്ട്. നിങ്ങൾ PSC പരീക്ഷ എഴുതുന്നു, ആദ്യം നിങ്ങൾ LDC പരീക്ഷ എഴുതി, പിന്നെ വേറെ ഏതോ പരീക്ഷ എഴുതി, പിന്നെ LPUP എഴുതി, പിന്നെ HSC എഴുതി. ഇങ്ങനെ കുറേ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ പല സന്ദർഭങ്ങളിൽ നിന്നും സമാനമായ കുറേ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് തുടർന്നുള്ള പരീക്ഷകളിൽ നിങ്ങളൊരു ജനറലൈസേഷൻ നടത്തുന്നത്. മനസ്സിലായില്ലേ? അതിൻ്റെ വക്താവാണ് ചാൾസ് ജഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LPUP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LPUP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. ശിശു കേന്ദ്രീകൃത സമീപനം ഏതിൻ്റെ ഉത്പന്നമാണ്? ചൈൽഡ് സെന്റേർഡ് ലേണിംഗ്. ഇത് കുറച്ചുകൂടെ ബോധനശാസ്ത്രത്തിൽ വരുന്നതാണ് കേട്ടോ. ശിശു കേന്ദ്രീകൃത സമീപനം രണ്ട് തരത്തിലുള്ള സമീപനമുണ്ട്. ഒന്ന് ലേണർ സെന്റേർഡ്, മറ്റൊന്ന് ടീച്ചർ സെന്റേർഡ്. ഇതിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ലേണർ സെന്റേർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, അതുപോലെ ടീച്ചർ സെന്റേർഡ് ആയിട്ടുള്ളത്. നമ്മൾ ഇതുവരെ ശീലിച്ചു വന്ന ഏകദേശം 2007 KCF വരുന്നത് വരെ നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ നാം സ്വീകരിച്ചു വന്നത് ബിഹേവിയറിസമാണ്. പ്രധാനമായിട്ടും ബിഹേവിയറിസമാണ് നമ്മൾ ഒന്നും നൽകിയത്. ബിഹേവിയറിസത്തിൽ ടീച്ചറാണ് പ്രധാനം. മനസ്സിലായില്ലേ? അറിവിൻ്റെ അതോറിറ്റി ആയിട്ട് കരുതുന്നത് ടീച്ചറാണ്. ടീച്ചർ അറിവുകൾ പകർന്നു നൽകുന്നു, കുട്ടികൾ അറിവുകൾ സ്വീകരിക്കുന്നു. നിഷ്ക്രിയരായിരുന്ന് അറിവുകൾ നോട്ട് കുറിച്ചെടുക്കുന്നു, പരീക്ഷയിൽ പോയി ഛർദ്ദിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പലരും ഇതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ 2005 NCF നമ്മുടെ യശ്പാൽ പറയുന്നൊരു വാചകമുണ്ട്: നമ്മുടെ ക്ലാസ് മുറികളിൽ പലപ്പോഴും അധ്യാപകരുടെ ശബ്ദമാണ് മുഴങ്ങി കേൾക്കുന്നത്, കുട്ടികളുടെ ശബ്ദം കേൾക്കാറേയില്ല. ഈ സ്ഥിതി മാറണം എന്ന് 2005 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൽ യശ്പാൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതുവരെ ടീച്ചർ സെൻറ്റേർഡായിട്ടുള്ള ലേണിംഗ് ആയിരുന്നു ഉണ്ടായത്. അധ്യാപകനാണ് അറിവിൻ്റെ പരമാധികാരി. ഓക്കെ, ഒരു വലിയ വടിയൊക്കെ ആയിട്ട് അധ്യാപകൻ വരും, മേശമേലെ വടിയെടുക്കും, കുട്ടികളൊക്കെ സൈലൻ്റ് ആവും. ഇതായിരുന്നു രീതി. അപ്പോൾ ഈ രീതിയിൽ ജ്ഞാനനിർമ്മാണം നടക്കുന്നില്ല. ജ്ഞാനനിർമ്മാണം നടക്കണമെങ്കിൽ അത് പഠിതാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പഠനം ആയിരിക്കണം. ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് നമ്മളിപ്പോൾ സ്വീകരിക്കുന്നത്. അപ്പോൾ 2007 KCF-ലും 2013 KCF-ലും ഇപ്പോൾ 2023 വരേണ്ടിയിരുന്ന KCF-ലും വരില്ല. ഇനി 2 ദിവസമല്ലേ ബാക്കിയുള്ളൂ, ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ 2023. അപ്പോൾ KCF നമ്മൾ തുടങ്ങി വെച്ചതാണ്, 2024 വരും. അപ്പോൾ ഈ KCF-ലൊക്കെ
നാം സ്വീകരിച്ചത് ലേണർ സെൻറ്റേർഡ് അപ്രോച്ചാണ്, പഠിതാവിനെ കേന്ദ്രീകരിച്ചുള്ള പഠനമാണ്, ഒപ്പം ജ്ഞാനനിർമ്മിതിവാദവുമാണ്. ഇനി ചോദ്യം, ശിശു കേന്ദ്രീകൃത സമീപനം ഏതിൻ്റെ ഉപോൽപ്പന്നമാണ്? വൈജ്ഞാനിക ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ. അതിൻ്റെ പേര് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. എല്ലാവർക്കും മനസ്സിലായി. അടുത്ത ചോദ്യം, എന്ത് പഠിക്കുന്നു എന്നല്ല എങ്ങനെ പഠിക്കുന്നു എന്നതാണ് പ്രധാനം. ഏത് തരം സമീപനം? ഇവിടെ എഴുതിയിട്ടുണ്ട് പ്രക്രിയാധിഷ്ഠിത സമീപനം, അതായത് പ്രോസസ് ഓറിയന്റഡ് അപ്രോച്ച്. പ്രോസസ് ഓറിയന്റഡ് അപ്രോച്ച്, അതായത് നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ്. എന്ത്, എങ്ങനെ. നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. വാട്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഹൗ എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇപ്പം ഞാൻ അത് നോക്കൂ, ആ സമീപനത്തിൻ്റെ പേര് പ്രക്രിയാധിഷ്ഠിത സമീപനം. ഇപ്പോൾ നമ്മൾ 2013 കേരള കരിക്കുലം ഫ്രെയിംവർക്ക് പ്രകാരം ഇപ്പം നാം സ്വീകരിക്കുന്നത് 2 സമീപന രീതികളാണ്. അതിൽ ഒന്നാമത്തതിൻ്റെ പേര് പ്രക്രിയാധിഷ്ഠിത സമീപനം, രണ്ടാമത്തത് ഞാൻ ഇവിടെ എഴുതി വെക്കുക, പ്രമേയാധിഷ്ഠിത നേട്ടം. പ്രമേയാധിഷ്ഠിത നേട്ടത്തിനും പ്രക്രിയാധിഷ്ഠിത സമീപനത്തിനുമാണ് നാം ഇപ്പോൾ ഊന്നൽ നൽകുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞുതരാം. പ്രമേയാധിഷ്ഠിതമായ നേട്ടം എന്ന് വെച്ചാൽ തീം ബേസ്ഡ് ഔട്ട്കം. തീം ബേസ്ഡ് ഔട്ട്കം, പ്രമേയാധിഷ്ഠിതമായ നേട്ടം. എൻ്റെ കൂടെ പറയും എല്ലാവരും, പ്രമേയാധിഷ്ഠിതമായ നേട്ടം അഥവാ തീം ബേസ്ഡ് ഔട്ട്കം. പിന്നെയോ സമീപനമോ, അതായത് ഇത് ലക്ഷ്യമാണ്. പ്രമേയാധിഷ്ഠിതമായ നേട്ടം, അതായത് പഠന നേട്ടം ഉണ്ടാക്കുക. ഈ പഠന നേട്ടം ഉണ്ടാക്കുക നമ്മുടെ ലക്ഷ്യമാണ്. അത് പക്ഷേ എങ്ങനെയാണ് അതിലേക്കുള്ള മാർഗം? പ്രക്രിയാധിഷ്ഠിതമായ സമീപനം, അതായത് പ്രോസസ് ഓറിയന്റഡ് അപ്രോച്ച്. അപ്പോൾ പ്രോസസ് ഓറിയന്റഡ് അപ്രോച്ചും തീം ബേസ്ഡ് ഔട്ട്കമും ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിൻ്റെ സമീപനം. പറയേണ്ട കൂടെ, പ്രോസസ് ഓറിയന്റഡ് അപ്രോച്ച് ആൻഡ് തീം ബേസ്ഡ് ഔട്ട്കം. പ്രോസസ് ഓറിയന്റഡ് അപ്രോച്ച് ആൻഡ് തീം ബേസ്ഡ് ഔട്ട്കം. മലയാളത്തിൽ പ്രക്രിയാധിഷ്ഠിത സമീപനവും പ്രമേയാധിഷ്ഠിത നേട്ടവും. ഒന്നുകൂടെ പറയാം, പ്രക്രിയാധിഷ്ഠിത സമീപനവും പ്രമേയാധിഷ്ഠിതമായ നേട്ടവും. ഇതാണ് നമ്മളിപ്പോൾ സ്വീകരിക്കുന്നത്. ഇനി നോക്കൂ, എന്ത് പഠിക്കുന്നു എന്നല്ല എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. അത് ഏത് തരം സമീപനമാണ്? പ്രക്രിയാധിഷ്ഠിത സമീപനമാണ്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, പരീക്ഷയ്ക്ക് വരുന്ന തരത്തിലുള്ള ഒരു ചോദ്യം. അതായത് അധ്യാപകൻ ഒരു ഗുണനക്രിയ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഗണിതക്രിയ ചെയ്യാൻ, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ പ്രോബ്ലം, അധ്യാപകൻ ഒരു ഗണിതക്രിയ ചെയ്യാൻ കുട്ടിയോട് ആവശ്യപ്പെട്ടു. കുട്ടി അത് ശരിയായി ചെയ്തു. എന്നാൽ കുട്ടിയോട് അധ്യാപകൻ ചോദിക്കുന്നു, എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തിയത് എന്ന് ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടിക്ക് പറ്റിയില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് പറ്റി. ഇത് 2 ചോദ്യം വരാട്ടോ. അതായത് അധ്യാപകൻ കുട്ടികൾക്ക് ഒരു ഗണിതക്രിയ ചെയ്യാൻ കൊടുക്കുന്നു. കുട്ടികൾ എന്ത് ചെയ്യുന്നു? ആ ഗണിതക്രിയ ചെയ്യുന്നു, എല്ലാവരും ചെയ്യുന്നു. പക്ഷെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വ്യവഹാരവാദ രീതിയിലാണെങ്കിൽ ചെയ്തു, ശരിയിട്ടു, മാർക്ക് കൊടുത്തു, അവിടെ കഴിഞ്ഞു. പക്ഷേ ജ്ഞാനനിർമ്മിതിവാദത്തിൽ അവിടെ വെച്ച് പഠനം ആരംഭിക്കുന്നതേ ഉള്ളൂ. അതായത് അധ്യാപകൻ പിന്നീട് കുട്ടിയോട് എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് വന്നത് എന്നൊന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടിക്ക് വിശദീകരിക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ എന്ത് പഠിച്ചു, കുട്ടിക്ക് ഉത്തരം കിട്ടി, പക്ഷെ എങ്ങനെയാണ് ഉത്തരം കിട്ടിയത് എന്ന് വിശദീകരിക്കാൻ കുട്ടിക്ക് സാധിച്ചില്ല. അല്ലെങ്കിൽ കുട്ടിക്ക് സാധിച്ചു എന്ന് വെച്ചാൽ അർത്ഥം പ്രക്രിയാധിഷ്ഠിതമായി കുട്ടി ചെയ്തത് ശരിയാണ്. പ്രമേയാധിഷ്ഠിതമായ നേട്ടമുണ്ടായി, ഉത്തരം ശരിയായി. ഒപ്പം
പ്രക്രിയാധിഷ്ഠിതമായിട്ട് ശരിയായ രീതിയിൽ തന്നെയാണ് കുട്ടി പോയത്. അപ്പോൾ ഇത് രണ്ടും ഉറപ്പുവരുത്താൻ പറ്റി. ഇനി ചോദ്യം ഇങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. അധ്യാപകൻ കുട്ടിക്കൊരു ഗണിതക്രിയ നൽകി, കുട്ടി ആ ക്രിയ നന്നായി ചെയ്തു. പിന്നീട് അധ്യാപകൻ എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത് എന്ന് വിശദീകരിക്കാൻ കുട്ടിയോട് ആവശ്യപ്പെട്ടു. അധ്യാപകൻ ഇങ്ങനെ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട്? അപ്പം 4 ഓപ്ഷൻ വരും. എന്തുകൊണ്ടാണ് അങ്ങനെ ആവശ്യപ്പെട്ടത്? അതായത് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കുട്ടിയുടെ ചിന്താ പ്രക്രിയ ശരിയായിരുന്നുവോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചൊക്കെ വരും. അവിടെ നിന്ന് കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ കൺഫ്യൂഷൻ ആവരുതെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് നല്ല ക്ലിയർ കട്ട് തെളിമയോട് കൂടിയിട്ടുള്ള ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ സൈക്കോളജി നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ അർത്ഥം ഒന്നും കൂടെ മനസ്സിലായിട്ടുണ്ടാവും. ബൈ ഹാർട്ട് പഠിക്കരുത്. ഓക്കെ, ഇനി പഠനത്തിലെ ഉൾക്കാഴ്ച സമീപനം മുന്നോട്ട് വെച്ചത് ഗസ്റ്റാൾട്ട് വാദം. കുറേ പറയാനുണ്ട് ഗസ്റ്റാൾട്ട് വാദത്തെക്കുറിച്ച്. പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ് കൊണ്ട് പോരാ, ഒരു ദിവസം പറയണം. എന്ന് വെച്ചാൽ മിനിമം ഒരു 12 മണിക്കൂറെങ്കിലും ഐ ക്യാൻ ടോക്ക് അബൌട്ട് ഗസ്റ്റാൾട്ട് വാദം. പക്ഷെ നിങ്ങൾക്ക് അത് അത്രയും വേണ്ട. ഗസ്റ്റാൾട്ട് എന്നുള്ള വാക്കിനർത്ഥം രൂപം, ആകൃതി എന്നൊക്കെയാണ്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വരുന്നത് ഇൻ്റഗ്രേറ്റഡ് ഹോൾ, അതായത് ഉദ്ഗ്രഥിത സമഗ്രത. അതായത് നമ്മൾ ഒരു വിഷയത്തെ കാണേണ്ടത് സമഗ്രമായിട്ടാണ്, അല്ലാതെ അതിൻ്റെ ഘടകഭാഗങ്ങളായിട്ടല്ല. ഘടകങ്ങളിൽ കാണുന്ന ഭാഗം ഗുണം സമഗ്രതയിൽ കാണും. പക്ഷെ സമഗ്രതയിലുള്ളത് ഘടകങ്ങളിൽ ഉണ്ടാവണം എന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഉച്ചക്ക് അടുക്കളയിൽ സാമ്പാർ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്കയും തക്കാളിയും ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്തിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെണ്ടക്ക, തക്കാളിയും ഉരുളക്കിഴങ്ങ്, ഉള്ളി ഇതൊക്കെ സാമ്പാർ എന്ന് പറയുന്ന സമഗ്ര വസ്തുവിൻ്റെ ഘടകഭാഗങ്ങളാണ്. വെണ്ടക്കയുടെ ഗുണം സാമ്പാറിൽ കാണും, തക്കാളിയുടെ ഗുണം സാമ്പാറിൽ കാണും, ഉരുളക്കിഴങ്ങിൻ്റെ ഗുണം സാമ്പാറിൽ കാണും. പക്ഷേ സാമ്പാറിൻ്റെ ഗുണം വെണ്ടക്കയിൽ കാണണമെന്നില്ല. സാമ്പാർ ഒരു ഇൻ്റഗ്രേറ്റഡ് ഹോളാണ്. അങ്ങനെയാണ് ഉൾക്കാഴ്ച സമീപനം. പഠനത്തിലെ ഉൾക്കാഴ്ച സമീപനം മുന്നോട്ട് വെച്ചത് ഗസ്റ്റാൾട്ട് വാദമാണ്. ഗസ്റ്റാൾട്ടിലെ പ്രധാനപ്പെട്ട വക്താക്കൾ മാക്സ് വെർദീമർ, കോഹ്ലർ, കോഫ്ക. മനസ്സിലാക്കി തന്നെ പഠിക്കുക. മാക്സ് വെർദീമർ, കോഹ്ലർ, കോഫ്ക. ജർമ്മനിയിൽ ഉദയമുണ്ട ഒരു മനഃശാസ്ത്ര ശാഖയാണ് ഗസ്റ്റാൾട്ട് വാദം. ഉൾക്കാഴ്ച സമീപനം ഊന്നൽ നൽകുന്നത് പ്രത്യക്ഷണത്തിനാണ്. അതായത് പെർസെപ്ഷനിൽ ആണ്. പെർസെപ്ഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ഞാൻ വൈജ്ഞാനികവാദം പറഞ്ഞപ്പോൾ മുമ്പ് ഈ ക്ലാസ് എടുത്തിരുന്നു. ഒരു പക്ഷേ നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാവും, കേൾക്കാത്തവരും ഉണ്ടാവും. അപ്പോൾ മനസ്സിലാക്കുക, അതായത് ഉൾക്കാഴ്ച സമീപനം ഏതിനാണ് ഊന്നൽ നൽകുന്നത്? പെർസെപ്ഷനാണ് ഊന്നൽ നൽകുന്നത്. പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇന്ദ്രിയങ്ങളിൽ കൂടി കിട്ടുന്ന സെൻസേഷൻ ഉണ്ട്. ഈ സെൻസേഷന് നമ്മളൊരു മീനിങ് കൊടുക്കുമ്പോഴാണ് അത് പെർസെപ്ഷനായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക. അതായത് സംവേദനം പ്ലസ് അർത്ഥം സമം പ്രത്യക്ഷണം. എല്ലാവരും എൻ്റെ കൂടെ പറയുക. സംവേദനം പ്ലസ് അർത്ഥം സമം പ്രത്യക്ഷണം. ഞാൻ പല ക്ലാസ്സിൽ ഈ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാവുമെന്നറിയില്ല. നോക്കുമ്പോൾ ഉദാഹരണത്തിന് താജ്മഹൽ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മുംതാസിൻ്റെ ഓർമ്മ വരുന്നു. നിങ്ങളുടെ സുഹൃത്തിൻ്റെ മനസ്സിൽ, മറ്റൊരാളുടെ മനസ്സിൽ ഷാജഹാൻ്റെ ഓർമ്മ വരുന്നു. എൻ്റെ മനസ്സിൽ ആ താജ്മഹൽ പണിത ആയിരക്കണക്കിന് തൊഴിലാളികളുടെ വിയർപ്പൊലിക്കുന്ന മുഖം ഓർമ്മ വരുന്നു. 3 ആളും കണ്ടത്, ഞാനും നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും കണ്ടത് താജ്മഹലാണ്. അതായത് സംവേദനം, അതായത് കണ്ണ് എന്ന ഇന്ദ്രിയത്തിൽ കൂടി
നാം കണ്ട സാധനമാണ് എന്ത്? താജ്മഹൽ. സംവേദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസറി മോട്ടോഴ്സിൽ കൂടി, സെൻസറി മോട്ടോർ എന്ന് വെച്ചാൽ കണ്ണ്, മൂക്ക്, തൊക്ക്, നാക്ക്, ചെവി, അങ്ങനെയുള്ള സെൻസറി ഇന്ദ്രിയങ്ങളിൽ കൂടി പരിസരത്തിൽ നിന്ന് നാം സ്വീകരിക്കുന്ന ചോദകത്തെയാണ് സംവേദനം എന്ന് വിളിക്കുന്നത്. അതായത് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ ഒരു ബിരിയാണിയുടെ മണം നിങ്ങളുടെ വീട്ടിൻ്റെ അടുക്കളയിൽ നിന്ന് വരുമ്പോൾ നിങ്ങളുടെ വായിൽ ഒരു പക്ഷെ വെള്ളം മൂടും. അത് സംവേദനമാണ്. ഒരു പക്ഷെ എന്ന് വെച്ചാൽ നിങ്ങൾ വയറ് നിറഞ്ഞാണ് ഇരിക്കുന്നെങ്കിൽ ബിരിയാണിയുടെ മണം ഉണ്ടായാലും നിങ്ങളിൽ ബിരിയാണിയുടെ യാതൊരു ചിത്രവും മനസ്സിൽ വരില്ല. പക്ഷേ നിങ്ങൾ വിശന്നിരിക്കുകയാണെങ്കിലോ ബിരിയാണിയുടെ മണം വരുമ്പോൾ ഉടനെ വീഡിയോ ഓഫാക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകും. എന്ന് വെച്ചാൽ ഓരോ വ്യക്തിയും അതിന് കൽപ്പിച്ചു കൊടുക്കുന്ന അർത്ഥം, അതായത് സംവേദനത്തിൽ കൽപ്പിച്ചു കൊടുക്കുന്ന അർത്ഥം ഡിഫറൻ്റാണ്. അതുകൊണ്ടാണ് സംവേദനം ഒന്നാണെങ്കിലും ഒരേപോലെയാണെങ്കിലും പ്രത്യക്ഷണം വ്യത്യസ്തമായിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഉൾക്കാഴ്ച സമീപനത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് പ്രത്യക്ഷണം.